വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. പാപമാമിരുൾ മാറ്റാൻ പുണ്യദീപമായി വരൂ, പാപമാമിരുൾ മാറ്റാൻ പുണ്യദീപമായി വരൂ. മമക മനസ്സിലെ കോവിലിൻ നഗരേ, മമക മനസ്സിലെ കോവിലിൻ നഗരേ. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി ഈ ബലിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിലും പരിശുദ്ധ അമ്മയിലും ഏറ്റവും പ്രിയം നിറഞ്ഞവരെ, ഇന്ന് കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്ത് പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു: കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുമ്പോൾ. ആകയാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ പരിശുദ്ധമായ ബലി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം എല്ലാ മക്കളുടെ മേലും ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകിയാൽ നിത്യനെ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാട്, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണം.
എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ, യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പുത്രനെ സംവഹിച്ചുകൊണ്ട് എലിസബത്തിനെ സന്ദർശിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തെ അങ്ങ് പ്രചോദിപ്പിച്ചുവല്ലോ. പരിശുദ്ധാത്മാവിന്റെ സ്പന്ദനങ്ങൾ പിഞ്ചെന്ന് പരിശുദ്ധ മറിയത്തോടൊത്ത് അങ്ങേ എന്നും മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഒരു പരിശുദ്ധാത്മാവുമായുള്ള ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. ഒന്നാം വായന സെഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. സിയോൻ പുത്രി, ആനന്ദഗാനം ആലപിക്കുക, ഇസ്രയേലിനെ ആർത്തുവിളിക്കുക. ജെറുസലേം പുത്രി, പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരായുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു. നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രയേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയുന്നു, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേ ഉണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തന്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവദിനത്തിലെന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം മുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇസ്രയേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ഇസ്രയേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. ഇതാ ദൈവമാണ് എന്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. ഇസ്രയേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ വിളംബരം ചെയ്യും. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഘോഷിക്കും. ഇസ്രയേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. കർത്താവ് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. ഇസ്രയേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. രണ്ടാം വായന. സഹോദരരെ, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ അന്യോന്യം സഹോദരതുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുന്നു. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ സൂക്ഷിക്കുന്നു. പ്രത്യാശയിൽ സന്തോഷിക്കുന്നു. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും. പ്രാർത്ഥനയും സ്ഥിരതയുള്ളവരായിരിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാധിരാജൻ ശ്രീയേശുനാഥൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവിലൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവിന് മഹത്വം. അക്കാലത്ത് മറിയം യൂദയായ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ്. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരപദവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദനത്തിന്റെ സ്വരം ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസൻ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു.
അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ ആഗ്രഹിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരായി. സമ്പന്നരെ വെറുങ്കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവരുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് മഹത്വം. ഈ പൂജാവേദിയിൽ ഒരു കാണിക്കയായി ഞാനേക മമ മനം കോടിക്കിനാവും കരടൊരുവും എൻ വേദനയും. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞാൻ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരണത്താലാണല്ലോ ഞങ്ങൾ ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ ഭോജനമായി തീരുമാനമുണ്ട്. ഭൂമിയുടെ മനുഷ്യപ്രയത്നത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് നിന്ദാവ്യം വാഴ്ത്തപ്പെട്ടെ. ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടെ. അർച്ചനയാകുന്നോരപ്പം അപ്പമായ നിൻ കരത്താലേ ഞാനാകുന്നൊരു സത്യം എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞാൻ കാഴ്ചവെക്കുന്ന ഈ വീഞ്ഞ് ഞങ്ങളുടെ കാരണത്താലാണല്ലോ ഞങ്ങൾ ലഭിച്ചത്. ഞങ്ങളുടെ നിത്യജീവന്റെ ബാല്യമായി തീരുമാനമായി വീഞ്ഞ് മുന്തിരിവള്ളിയുടെ മനുഷ്യപ്രയത്തിന്റെ ഫലമായി നൽകുന്ന പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവേ, പ്രിയ സഹോദരി, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സമസ്തയുടെ നന്മയ്ക്കുമായി അങ്ങനെ കഴിയുന്ന ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ ജാതന്റെ പുത്രനും പരിശുദ്ധ മാതാവിന്റെ സ്നേഹാർപ്പണം അങ്ങേക്ക് സ്വീകാര്യമായി തീർന്നതുപോലെ രക്ഷാകരമായ ഈ ബലി അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ അതുജ്ജവും ന്യായവും മതി. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവം, എങ്ങും ഇപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണ്. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവർ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന ബുദ്ധിപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അതിശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാതിസ്വർഗങ്ങളും ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരം ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകള നിറഞ്ഞു മഹിയും വിണ്ടന ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ
കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായി സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോൽ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്നു എന്റെ ശരീരമാണ്. പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടി പാപഭോജനത്തിനായി ചിന്തപ്പെടാനിരിക്കും എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായി ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, മരണവും ഉയർത്തും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കിയതിനും ഞങ്ങൾ നന്ദി പറഞ്ഞിരുന്നു. ജീവന്റെ അപ്പം രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിൽ മകുച്ചതിന് ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഒന്നാചരിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്കിലും വ്യാപിച്ചിരുന്ന അങ്ങേ സഭയോട് ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ അധിപതാധ്യക്ഷനായ സുസഭാഗ്യമിത്രാപുരത്തെയോടും ക്രിസ്താസഹായത്തിലാണ് വൈദികത്തോട് വന്ന സഭയിൽ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. ഉയർത്തിന്റെ പ്രത്യാശകൾ നിങ്ങളോട് ഞങ്ങളുടെ സഹോദരങ്ങളെ അംഗീകാരത്തിൽ മാന്യമനസ്സുകളെയും ഓർക്കുകയും ആകെ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കരുമനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധത്തോട് ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട അവസരങ്ങളും അനുഗ്രഹീതരായ പുസ്തകന്മാരോടും കാലാകാലങ്ങളിൽ സഹായിച്ചവരോടും പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേപുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും
ആമേൻ ആമേൻ ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉപോധിതരായി ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായി നിർഭയം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമപ്രസമാണിന് അങ്ങനെ രാജ്യത്തിന് ഞങ്ങളുടെ തിരുമനസ്സമുദ്രെ പോലെ ഭൂമിയിലാകുന്നു. അന്നങ്ങളുടെ ആഹാരം എന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തിരിച്ചോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ ലോകം ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകും, എല്ലാ വിധത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുവാനാകട്ടെ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മുന്നേറുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ പുസ്തകന്മാരുടെ അനുസരിച്ച് പ്രാവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപമല്ല പിന്നെയും സഭയുടെ വിശ്വാസത്തിന്മാർ അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാനാണ് എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞാൻ പാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടെ ഞങ്ങൾ കരുണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടെ ഞങ്ങൾ കരുണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടെ ഞങ്ങൾ സമാധാനം. ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം ദിവ്യജ്ഞാന വിരുദ്ധങ്ങൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹിക്കും. കർത്താവെ, അങ്ങനെ ഭവനത്തിൽ വരുവാൻ വേണ്ടി അങ്ങനെ കൽപ്പിച്ചാൽ മതിയിട്ട് ആവശ്യമുണ്ടാകും. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കൈക്കുഞ്ഞാൻ പിറന്നൊര നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞാൻ പിറന്നൊര നാളിലും തിരുക്കരം തന്നിലായി കാത്തവൻ നീ. പതറാതെ തളരാതെ പാപമാം ലോകത്തിൽ കൈപിടിച്ചെന്നെ നടത്തുന്നു നീ. പതറാതെ തളരാതെ പാപമാം ലോകത്തിൽ കരം പിടിച്ചെന്നെ നടത്തുന്നു നീ. എന്റെ ദൈവമേ,
എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ? എന്റെ ദൈവമേ, എന്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ? ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയറിന്നാവോ തമ്പുരാനേ. നിറകോടി നന്മയാ നിൻ സ്തുതി പാടുവാൻ അടിയറിന്നാവോ തമ്പുരാനേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ വിശ്വാസികൾക്ക് മഹത്തായ കാര്യങ്ങൾ ചെയ്തതിന് അങ്ങേ സഭ അങ്ങേ മഹത്വപ്പെടുത്തട്ടെ. മാതാവിന്റെ ഉദരത്തിൽ മറഞ്ഞിരുന്ന യേശുവിന്റെ സാന്നിധ്യം യോഹന്നാൻ സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞുവല്ലോ. അതേ യേശുവിനെ എന്നും ജീവിക്കുന്നവനായി ഈ കുദാശയിൽ സന്തോഷത്തോടെ സഭ സ്വീകരിക്കുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. അമ്മേ മരിയേ വാഴ്ക വാഴ്ക, വിണ്ണിൻറാണി മാതേ, അമ്മേ കനിവിൻ രൂപമേ, ദയാവാരിധേ. അമ്മേ മരിയേ വാഴ്ക വാഴ്ക, വിണ്ണിൻറാണി മേരി മാതേ, അമ്മേ കനിവിൻ രൂപമേ, ദയാവാരിധേ.